അപ്പോൾ പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ വീണ്ടും ചോദ്യമുനയിലേക്ക്. എ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കെ.പി. ശങ്കരദാസിനെയും എൻ വിജയകുമാറിനെയും വീണ്ടും വിളിപ്പിച്ചു. ബോർഡ് തീരുമാനത്തിൽ ഇരുവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് മൊഴി. മൊഴിയിൽ വ്യക്തത തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. ഇരുവരുടെയും അറസ്റ്റ് സാധ്യത തള്ളാതെ SIT. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ശങ്കരദാസിനെയും വിജയകുമാറിനെയും വീണ്ടും SIT വിളിപ്പിച്ചു. ഒരു അറസ്റ്റ് മണക്കുന്നുണ്ടോ? ഹരി, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അരുൺ, തീർച്ചയായിട്ടും കട്ടിളപ്പാളിയിലെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ, അതായത് രണ്ടാമത്തെ FIR-ൽ ദേവസ്വം ബോർഡ് ഭരണസമിതി പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ആ ഭരണസമിതിയിൽ ഉൾപ്പെട്ട ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ള നീക്കത്തിലേക്ക് SIT കടന്നാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പത്മകുമാറിന്റെ മൊഴി ഇപ്പോൾ SIT മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. അന്ന് 2019 ദേവസ്വം ബോർഡ് ഭരണസമിതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചർച്ച നടത്തുകയും പിന്നീട് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരവും ഉദ്യോഗസ്ഥരുടെ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ തന്നോടൊപ്പമുള്ള മറ്റ് 2 അംഗങ്ങളും ആ തീരുമാനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് പത്മകുമാർ പറയുന്നത്. അതായത് ഈ പാളികൾ ചെന്നൈയിലേക്ക് ഒറ്റക്കുറ്റപ്പണിക്കായി കൊടുത്തുവിടാൻ വേണ്ടിയുള്ള തീരുമാനത്തെ മറ്റ് 2 അംഗങ്ങൾ കൂടി അനുകൂലിച്ചിരുന്നു. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടേതായി ആ തീരുമാനം വന്നത് എന്നുള്ളതാണ് പത്മകുമാർ പറയുന്ന ഒരു നിർണായക മൊഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കെ.പി. ശങ്കരദാസിനെയും എൻ വിജയകുമാറിനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇവരെ വിളിപ്പിച്ചിട്ടുണ്ട്. അവരിനി വരും ദിവസങ്ങളിൽ, അതായത് 3-ാം തീയതിക്കുള്ളിൽ തന്നെ അവർ വരണം. അടുത്ത റിപ്പോർട്ട് കൊടുക്കേണ്ട, അതായത് അന്തിമ റിപ്പോർട്ട് കൊടുക്കേണ്ട ദിവസമെന്നാണ്. അപ്പോൾ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടി SIT ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ദേവസ്വം ബോർഡ് ഭരണസമിതി പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്യുക അതൊരു കൂട്ടുത്തരവാദിത്തം എന്നുള്ള നിലയിൽ തന്നെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് SIT നിലപാട്. അതിൽ പത്മകുമാർ മാത്രമല്ല, മറ്റ് 2 പേർ കൂടി ഭാഗമായിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടന്നത്. ഇതിനോടകം തന്നെ അവരെ ചോദ്യം ചെയ്ത സമയത്ത് തങ്ങൾക്കൊന്നും അറിയില്ല, തങ്ങൾക്ക് ഈ സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ല, അതിന്റെ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിച്ചത്, പത്മകുമാർ ആയിരുന്നു ഭരണസമിതിയിൽ തീരുമാനമെടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇരുവരും SIT-യോട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പത്മകുമാറിലേക്ക് അന്വേഷണം ആദ്യഘട്ടത്തിൽ പോയതും. പക്ഷേ ഇപ്പോൾ പത്മകുമാർ ഇങ്ങനൊരു മൊഴി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ SIT സ്വീകരിക്കുന്നുമുണ്ട്. കാരണം ദേവസ്വം ബോർഡ് ഭരണസമിതിക്കകത്തുള്ള ഈ 3 പേർ, ആ 3 പേർക്കും കൂട്ടുത്തരവാദിത്തമുണ്ട്. ഒറ്റയ്ക്ക് പ്രസിഡന്റ് ഒരു തീരുമാനം എടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർ കൂടി പിന്തുണച്ചിട്ടുണ്ടാകാം എന്നുള്ള നിഗമനമാണ് SIT-യുടേത്. അതുകൊണ്ട് ഒരുപക്ഷെ 6 അറസ്റ്റുകൾക്ക് ശേഷം മറ്റുള്ള അറസ്റ്റുകൾ ഈ 3-ാം തീയതിക്കുള്ളിൽ നടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അത് ശങ്കർദാസും വിജയകുമാറും ആയിരിക്കാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിലെ അന്നത്തെ ജീവനക്കാരെയും ഒപ്പം തന്നെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടാത്ത ഉദ്യോഗസ്ഥരെയും കൂടി ചോദ്യം ചെയ്തിട്ടുണ്ടായി. ഇവരിൽ നിന്നും കൂടി ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡ് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളാണ് ഇവരിൽ നിന്ന് ലഭിച്ചതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഇവർ പത്മകുമാറിന്റെ മൊഴിയിൽ എന്തു മറുപടിയാണ് നൽകുക എന്നുള്ളതാണ് SIT-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട SIT നോക്കിക്കാണുന്ന ഒരു കാര്യം. അവർ പത്മകുമാറിനെ തള്ളുമോ കൊള്ളുമോ, അതായത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ ഉണ്ടായിട്ടുണ്ടോ, പുറത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു സ്ഥിരീകരണം നടത്താൻ വേണ്ടിയാണ് SIT ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ കാര്യത്തിൽ മാത്രമല്ല, ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് SIT വീണ്ടും തിരിയുന്നു. അവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റൂല. തന്ത്രിയെ വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യത, അറസ്റ്റിനുള്ള സാധ്യത അതൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. എന്തായാലും ശബരിമലയിൽ നിർണായക നീക്കമാണ് SIT ഇപ്പോൾ നടത്തുന്നത്. എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞ് സത്യം പുറത്തു വരണം. ആ സത്യത്തിൽ അവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു വലിയ സംഘം ഈ ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അവതാരക സംഘം എന്ന് വേണമെങ്കിൽ പറയാം. അവരിൽ ഒരാളായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇനിയുമുണ്ടത്രേ അണിയറയിൽ കുറച്ചധികം ആളുകൾ. എല്ലാവരെയും പുറത്തു കൊണ്ടുവരണം SIT. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമലയിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നെങ്ങനെയാണ് ശബരിമലയിൽ